കിരൺ, ഇപിക്ക് മുന്നിൽ ഇനി എന്ത്? ഇപിയുടെ രാഷ്ട്രീയ ഭാവി എന്ത്? അതൊക്കെ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു. ഇത്രയും ബിജെപിയുമായി ഒരു ബന്ധമുണ്ടാക്കി എന്ന നേതൃത്വം തന്നെ ഇപ്പോൾ അങ്ങനെ അനുമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപിക്ക് മുന്നിലുള്ള വഴി എന്താണ് കിരൺ? എൽദോ പാർട്ടിയുമായി പിണങ്ങി തന്റെ മുന്നിൽ കാര്യമായ വഴിയില്ല എന്ന് കണ്ട് ഇപി തന്നെ മുമ്പ് പാർട്ടി പ്രവർത്തനമൊക്കെ ഏകദേശം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ദീർഘകാലം അദ്ദേഹം തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ മുന്നണി കൺവീനർ എന്ന ചുമതല ഏൽക്കാതെയോ അല്ലെങ്കിൽ ചുമതല നിർവഹിക്കാതെയും ഒക്കെ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹം പിണറായി വിജയനുമായി ചർച്ച നടത്തി മടങ്ങി വരികയും ചുമതല ഏൽക്കുകയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഏകദേശം ഇനി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കില്ല എന്നത് ഇപി ജയരാജന് തന്നെ ഏറെക്കുറെ ഉറപ്പുണ്ട്. കാരണം പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത സീനിയോറിറ്റി പാർട്ടിയിൽ ഏത് തരത്തിൽ നോക്കിയാലും ഇപി ജയരാജനാണ് ലഭിക്കേണ്ടത്. പക്ഷേ ഇപി ജയരാജന് പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് ഒരിക്കൽ ലഭിക്കുമെന്ന് അദ്ദേഹം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിച്ചില്ല. ആദ്യം കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിച്ചത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ അംഗവും ഇപി ജയരാജൻ അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. കോടിയേരിക്ക് മുമ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ ആളാണ് ഇപി ജയരാജൻ. ഇപി ജയരാജനേക്കാൾ മുമ്പ് പക്ഷേ പി ബിയിലേക്ക് എത്തിയത് കോടിയേരി ബാലകൃഷ്ണനാണ്. ഒരു നിമിഷം, ഇപി ജയരാജൻ കണ്ണൂരിലെ വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപി ജയരാജൻ ഇന്ന് നിർണായക സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ നേരെ കണ്ണൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു. എന്തായാലും ഇപി കണ്ണൂരിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ വാഹനത്തിനുള്ളിൽ ഇപി ജയരാജൻ ഉണ്ട്. വീട്ടിലേക്ക് ഇപി ജയരാജൻ എത്തുന്ന ദൃശ്യങ്ങൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപിയുടെ വീടിന് മുന്നിൽ നിന്ന്. ഇപിയുടെ വീടിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ടു മുമ്പാണ് ഇപി കണ്ണൂരിൽ എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ മാധ്യമങ്ങൾ വിളിച്ചപ്പോഴൊക്കെ പ്രതികരിക്കാതെ വാർത്ത വരട്ടെ എന്ന് മാത്രമായിരുന്നു, പക്ഷെ നിഷേധിച്ചില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോഴും മൗനം തുടരുകയാണ്. ഇപ്പോ ഒന്നും പറയാനില്ല, നിങ്ങളെ വിളിക്കാം. ഇപ്പോ ഒന്നും പറയാനില്ല, നിങ്ങളെ വിളിക്കാമെന്നുള്ളതാണ് ഇപി ജയരാജന്റെ പ്രതികരണം. ഇത് തന്നെയായിരുന്നു നേരത്തെ നമ്മൾ ന്യൂസ് 18-നും വി അരുൺ ഇപിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴും പറഞ്ഞത് ഇത് തന്നെയാണ്, മാധ്യമങ്ങളിൽ വാർത്ത വരട്ടെ എന്ന് പറഞ്ഞു, പക്ഷേ നിഷേധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇപി ജയരാജൻ LDF കൺവീനർ സ്ഥാനം നഷ്ടമായി എന്നുള്ള ബോധ്യത്തിലേക്ക് വരികയും ചെയ്യുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സംസ്ഥാന സമിതി യോഗത്തിനായി KG സെന്ററിലേക്ക് എത്തുന്നു. ഇത് നേരത്തെ ഇപി വീട്ടിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങൾ. കിരൺ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെ, ഇപിക്ക് ഇനി എന്ത് പറയാൻ കഴിയും, ഇപിക്ക് മുന്നിലുള്ള വഴി എന്ത് എന്നുള്ളതാണ്. ഇപി കണ്ണൂരിലേക്ക് അന്ന് പുറപ്പെട്ടതും ആ ഒടിഞ്ഞ കസേര രാജ്ഭവനിൽ കണ്ടതുമെല്ലാം വലിയ ചർച്ചയായതാണ്. ഇനി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇപി ജയരാജനെ നമ്മൾ കണ്ണൂരിലെ വീട്ടിൽ മാത്രം വിശ്രമിക്കുന്ന ഒരു നേതാവായി കാണുന്ന സാഹചര്യമായിരിക്കുമോ? എൽദോ, ഇപി ജയരാജനെ സംബന്ധിച്ച് ഇനി തന്റെ മുന്നിൽ കാര്യമായ വഴികൾ ഒന്നും ഇല്ല എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. ഇപി ജയരാജനെ സമാനമായ രീതിയിലേക്ക് മറ്റേതെങ്കിലും ഒരു നേതാവായിരുന്നു ഇത്തരത്തിൽ പാർട്ടിയോട് വിയോജിക്കുകയും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയും കമ്മിറ്റികളിൽ നിന്ന് മാറി നിൽക്കുകയും ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നൊക്കെ പിണക്കം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ പാർട്ടിയുമായി പരിഭവപ്പെട്ട് മാറി നിന്നിരുന്നെങ്കിൽ എപ്പോഴേ പാർട്ടി ചുമതലകളിൽ നിന്നൊക്കെ നീക്കി അവരെ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപി ജയരാജനെ അങ്ങനെയല്ല. കഴിഞ്ഞ ഏകദേശം 2 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായി തന്നെ അറിയാം, ഇപി ജയരാജൻ അന്നെല്ലാം പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഭൂരിപക്ഷം സമയങ്ങളിലും ഉണ്ടായിരുന്നത്. അപൂർവമായി മാത്രമാണ് അദ്ദേഹം പാർട്ടി പരിപാടികളിലും പാർട്ടിയുടെ കമ്മിറ്റികളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് വീണ്ടും അദ്ദേഹത്തിന് നേരെ ഒരു നടപടി വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നടപടി എന്ന് തന്നെ പറയാം. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം രാജിവെക്കുകയാണ് എന്ന തരത്തിലായിരിക്കും CPM വ്യാഖ്യാനിക്കുന്നതെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിൽ എന്തായാലും അദ്ദേഹത്തിന് ഈ സ്ഥാനം നിന്ന് ഒഴിയണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അത് നടപടിയാണ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അതിൽ നിന്ന് തൽക്കാലം ഇപി ജയരാജനെ പോലെ ഒരാളെ ചിലപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം സന്നദ്ധത അറിയിച്ചാണ്. അതുകൊണ്ട് അങ്ങനെയല്ലാതെ CPM ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ചുമതലയിൽ ഒരാൾക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ എനിക്കിനി നിർവഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് കൂടി ബോധ്യപ്പെടുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായില്ലേ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാകാത്ത അവസ്ഥയിൽ ഒരാൾക്ക് പെട്ടെന്ന് എനിക്കിനി ഈ ചുമതല വഹിക്കാൻ വയ്യ, ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതൊരു പാർട്ടി കീഴ്വഴക്കവും രീതിയും അങ്ങനെയല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം ചിലപ്പോൾ വന്നേക്കാം, പക്ഷേ അത് നടപടിയായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇപി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതെങ്കിലും തരത്തിലേക്ക് പാർട്ടിയിലേക്ക് ശക്തമായി മടങ്ങി വരിക, അദ്ദേഹത്തിന് ഇനി കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അദ്ദേഹം വരേണ്ടത്, അല്ലെങ്കിൽ അടുത്ത നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയണം. അത്തരമൊരവസ്ഥയിലേക്കൊക്കെ ഇനി മടങ്ങി വരാൻ കഴിയുമോ എന്നത് ഏറെക്കുറെ ആശങ്കാജനകം തന്നെയാണ്. അത്തരമൊരവസ്ഥയ്ക്കുള്ള സാധ്യത കുറവാണ്. പക്ഷേ പാർട്ടിയാണ്, സ്വാഭാവികമായും ഏത് സമയത്തും ഏതാളിനും മടങ്ങി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതിനേക്കാളും വലിയ നടപടികളൊക്കെ വാങ്ങി താഴെ തട്ടിൽ പോയവർ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മടങ്ങി വരികയും സുപ്രധാന സ്ഥാനങ്ങളിലേക്കൊക്കെ തിരിച്ചെത്തുകയും ഒക്കെ ചെയ്ത ചരിത്രമൊക്കെ ഒട്ടേറെ പേരുടെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിലുള്ള ചരിത്രവുമുണ്ട്.
പക്ഷേ അത്തരം സാധ്യതകളൊക്കെ ഇ പി ജയരാജന് മുന്നിൽ നിൽക്കുമ്പോഴും ജയരാജനെ പോലൊരു നേതാവിനും ജയരാജന്റെ പ്രകൃതിയൊക്കെ അറിയാവുന്ന ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹം ഇത്തരം വിഷയങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന രീതിയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി അങ്ങനെ കാര്യമായ രീതിയിലേക്ക് ഒരു മടങ്ങിവരവോ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ നിൽക്കാനുള്ള ഒരവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇ പി ജയരാജൻ നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് പറയുകയും അത് പരസ്യമായിട്ടല്ല പറഞ്ഞെങ്കിലും അങ്ങനെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുകയും ഒക്കെ ചെയ്തത്. ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെ ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങി വരിക അല്ലെങ്കിൽ ഇനി ഒരു പോളിറ്റ് ബ്യൂറോ സ്ഥാനത്തേക്ക് ഉയർന്നു വരിക, ഇനി അടുത്ത പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. പാർട്ടി സമ്മേളനം തുടങ്ങുമ്പോൾ അടുത്ത സ്വാഭാവികമായും എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ടേം പൂർത്തിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് വീണ്ടും അവസരം കിട്ടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ അവിടേക്ക് ഇ പി ജയരാജനെ തൽക്കാലം പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും പോളിറ്റ് ബ്യൂറോയിലും ആ തരത്തിലേക്ക് ഒരു ഒഴിവ് വരുന്നില്ല. ഒഴിവ് വന്നാലും ഇ പി ജയരാജന്റെ പ്രായം കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തിന് ഇനി അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇനി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടി ചുമതലയിൽ വഹിക്കേണ്ട രണ്ട് സ്ഥാനങ്ങൾ ഇത് രണ്ടുമാണ് ഇനി വരാൻ ഉള്ളത്. അത് രണ്ടും അദ്ദേഹത്തിന് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഇടതുമുന്നണി കൺവീനർ സ്ഥാനമാണ്. അത് അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൂടി ഇപ്പോൾ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ ഇനി പാർട്ടിയുടെ ഏറ്റവും മുൻനിര നേതാക്കൾ അല്ലെങ്കിൽ തീരുമാനമെടുത്തിരുന്ന കഴിഞ്ഞ കുറെ ഏറെ 1-2 പതിറ്റാണ്ട് 1-2-3 പതിറ്റാണ്ട് കാലം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാലത്ത് പാർട്ടിയിൽ വിഭാഗീയത ഉണ്ട ഭാഗത്ത് ഒരു ഭാഗത്തെ ഏറ്റവും ശക്തനായ നേതാവും അത് കഴിഞ്ഞ് വിഭാഗീയത അവസാനിച്ച സമയത്ത് പാർട്ടിയിൽ തന്നെ ആകെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ഇ പി ജയരാജൻ. ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം സാവധാനം പടിയിറങ്ങുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തൽക്കാലം വലിയ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എതിർപ്പോ പാർട്ടിയോടുള്ള ഒരു പ്രതിഷേധമൊന്നും രംഗത്ത് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെ പരസ്യമായി പറയാനുള്ള സാധ്യത കുറവാണ്. കാരണം പാർട്ടിയും അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ചർച്ചയാക്കുന്ന രീതിയിലേക്കുള്ള പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. തൽക്കാലം ഒരു സേഫ് എക്സിറ്റ് എന്ന വഴിക്ക് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു നടപടി ആ തരത്തിൽ പോയി വ്യാഖ്യാനിക്കാതെ വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പക്ഷേ അതും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. CPM ആണ്. CPM പോലുള്ള സംഘടന എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നുള്ളത് ചിലപ്പോൾ CPMന് പാർട്ടി അണികളോടെങ്കിലും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോടെങ്കിലും വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അതിന് നടപടിയുടെ സ്വഭാവത്തിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇ പി ജയരാജനെ പോലെ ഒരു നേതാവിനെ ഇനി താൻ ഇതുവരെ വഹിച്ചിരുന്ന ആ ഒരു മുൻനിര സ്ഥാനത്തേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് എന്നുകൂടി പറയേണ്ടി വരും. റൈറ്റ്, കിരൺ ബാബു ആണ് ചേർന്നത്. ഞാൻ